നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പോകേണ്ട സ്ഥലത്തിന്റെ പേരൊന്ന് വ്യക്തമായി പറയും. പറയാൻ ചേട്ടാ ഒന്ന് പോ. ഇത് കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഇടത്ത് വലത്ത് ഇടത്ത് വലത്ത് എന്ന് പറഞ്ഞിട്ട് എന്താ? കുറച്ച് ദൂരം കൂടി പോയാ മതി. ഇതുവരെ നിന്റെ അർച്ചനേട്ടത്തി ഉറക്കം എഴുന്നേറ്റില്ലേ? അച്ചടുത്ത് എപ്പോഴും ഉറക്കം എഴുന്നേറ്റു. എന്നിട്ട് എവിടെ? ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. എഴുന്നേറ്റ് പല്ലും തേച്ച് വീണ്ടും കിടന്നുറങ്ങിയോ? ഇടത്തേക്ക് അങ്ങനെ ഒരു ശീലം ഇല്ലല്ലോ. എടുത്ത് രാവിലെ ഒന്ന് പുറത്തോട്ട് പോയി. പുറത്തേക്കോ? എന്തിന്? ഓ, ഇനി നടക്കാൻ പോയതാവും. സച്ചേട്ടന് പോയിട്ടുണ്ടാവുമല്ലോ, ബോബനും മോളെയും പോലെ അല്ലേ? സ്നേഹേ, എന്താ എനിക്ക്? അവരെവിടെയെങ്കിലും പോയിട്ട് വരട്ടെ. നീ വേഗ 2 ചായ ഉണ്ടാക്കിക്കൊണ്ടുവാ. നല്ല കടുപ്പത്തില് പാകത്തിന് കുടിക്കാൻ പറ്റിയ 2 ചായ. സ്വന്തമായി ചായ ഉണ്ടാക്കിയ കയ്യിലെ വളയൊന്നും ഊരി പോകത്തില്ലല്ലോ. പറ്റുമെങ്കിലേ എനിക്കും കൂടെ ഒരു ചായ ഉണ്ടായിക്കൊണ്ട് വാ. ശകലം മധുരം കൂട്ടി പാല് കൂട്ടിയൊരു ചായ. നീ വെറുതെ വഴക്കുണ്ടാക്കാൻ നോക്കണ്ട. നീ തന്നെ ചായ ഉണ്ടാക്കി കുടിക്ക്. ഒരെണ്ണ എനിക്കിവിടെ എടുത്തോ. എനിക്ക് ചായ വേണ്ട. രണ്ടുപേരും കൂടി എന്തിനായിരിക്കും പുറത്തേക്ക് പോയത്? സച്ചേട്ടാ, സച്ചേട്ടാ, സോറി, അവള് മാറിപ്പോയതാ. ചേട്ടാ വണ്ടി എടുക്ക. എങ്ങോട്ടാ? ചേട്ടാ വണ്ടി എടുക്ക, പോവാ വേഗം. വല്ലാത്തൊരു മാരണമായി പോയി. ചേട്ടാ എന്തിനാ ഇവിടെ നിർത്തിയേ? പോട്ടെ. എന്റെ പൊന്നു കൊച്ച, ഇതിനൊരു അവസാനം വേണ്ടേ? ഞാൻ എവിടേക്കെന്ന് വെച്ചാ ഓട്ടോ ഓടിക്കേണ്ടത്? ഞാൻ പറയുന്നുണ്ടല്ലോ വഴിയൊക്കെ. ഏത് വഴി? ഇതുവരെ ഏതൊക്കെ വഴിയിലൂടെയാ പോയെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. അല്ല, കൊച്ചിന്റെ ഉദ്ദേശം എന്താ? ആരെയാ ഈ തിരയുന്നത്? ആരെയെങ്കിലും കാണാതെ പോയെങ്കിൽ വല്ല പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്ക്. അല്ലാതെ ഈ ലോകം മുഴുവൻ ഈ വണ്ടിയുമായി ചുറ്റിക്കറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ചേട്ടാ, ചേട്ടൻ ഓരോന്ന് പറഞ്ഞ് വെറുതെ സമയം കളയാതെ ഒന്ന് വേഗം വണ്ടി എടുക്ക്. എന്റെ സമയമാ പോയത്. രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടാനുള്ളതാ. കുട്ടി വേറെ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോകാൻ നോക്ക്. എനിക്കിനി നേരമില്ല. ഇപ്പൊ തന്നെ വൈകി. വേഗം ഒന്ന് ഇറങ്ങാമോ? ചേട്ടാ, അത് എന്റെ കുട്ടി ഒന്ന് ഇറങ്ങിയേ. അയ്യോ, ഞാൻ പൈസ എടുത്തില്ല. ഒന്ന് ഇറങ്ങി കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. പൈസ ഒന്നും വേണ്ട. അത് ഇവിടെ എന്നോ വേറെ ഓട്ടോ കിട്ടും. മോളെ, കുറച്ച് വെള്ളം എടുക്ക്. തൊണ്ടയൊക്കെ ആകെ വരളുന്നു. ഇപ്പൊ കൊണ്ടുവരാം. അച്ഛനൊന്ന് സമാധാനപ്പെടച്ച. അവൻ ഉടനെ ഇങ്ങ് വരും. സന്ദീപ് നോക്കാൻ പോയിട്ടുണ്ടല്ലോ. എങ്ങനെ സമാധാനപ്പെടാനാ? മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളാ വരുന്നത്. ഒരിക്കലും നടക്കാത്ത സംഭവങ്ങളാ വീട്ടിൽ നടക്കുന്നൊക്കെ. അതെങ്ങനെ? ആർക്കും ഒന്നിലും വിശ്വാസമില്ലല്ലോ. ആ സ്വാമിജി പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടക്കുന്ന പോലെയാ എനിക്ക് തോന്നുന്നത്. നമ്മുടെ വീടിന്റെ ചങ്ങലക്കണ്ണി നീയാ. എല്ലാരെയും കൂട്ടിയിണക്കുന്ന കണ്ണി. അത് പൊട്ടാതെ നോക്കണം. മോൾ എന്തിനാ കരയുന്നേ? സച്ചിൻ നിന്നോട് നടക്കാൻ പോവാന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെന്താ കുഴപ്പം? ഇപ്പൊ അതാലോചിക്കുമ്പോ സച്ചേട്ടൻ മനസ്സിൽ വേറെന്തൊക്കെയോ ഉദ്ദേശിച്ച് പറഞ്ഞെന്നാ തോന്നുന്നേ. ഇല്ല മോളെ, അവൻ നമ്മളെ കിട്ടിട്ട് എവിടെ പോകാനാ? അവനിങ്ങ് വരും, അച്ഛൻ ഉറപ്പാ. അന്ന് നന്ദേട്ടൻ പോയപ്പോഴും അച്ഛൻ ഇതൊക്കെ തന്നെയല്ലേ പറഞ്ഞ്. നന്ദേട്ടൻ എവിടാ? എനിക്കെന്തോ പേടി തോന്നുന്നു അച്ഛ.
ചേട്ടാ അവിടെ എന്താ സംഭവിച്ചേ? അവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ആരാണെന്നറിയില്ല. അർച്ചന മോളല്ലേ അത്? മോളെ എന്തു പറ്റി മോളെ? ചേട്ടാ അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായില്ലേ, അതാരാണെന്ന് അറിയോ? അതേതോ വെളിവില്ലാത്ത പയ്യൻ ബൈക്കിൽ അഭ്യാസം കാണിച്ചതാ. മോളെന്തിനാ വിഷമിക്കുന്നത്? മോളുടെ ആരെങ്കിലും ആണോ അത്? സച്ചി സാർ മൈൻഡ് ചെയ്യാതെ കുറച്ചു മുമ്പ് നടന്നു പോകുന്ന കണ്ടു. ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. സച്ചി സാറേ, സാറേ, സച്ചി സാറേ, ഇതെന്താ സച്ചി സാർ മൈൻഡ് ചെയ്യാതെ പോകുന്നത്? ഇവിടെ വന്നാൽ ചായ കുടിക്കാതെ പോയില്ലല്ലോ. അല്ല, ചിലപ്പോ കേട്ട് കാണില്ലായിരിക്കും. സച്ചി സാർ പോയതിനു ശേഷമാണ് ഇവിടെ ആക്സിഡന്റ് നടന്നത്. എന്താ മോളെ പ്രശ്നം? മോളുടെ ആരെങ്കിലും ആണോ ആക്സിഡന്റ് ആയത്? അതല്ല, സച്ചേട്ടൻ ഇപ്പൊ എങ്ങോട്ടാ പോയേ? ദാ ആ വഴിക്കാ പോയത്. അതിലെ പോയാ എവിടെ ചെല്ലുക? നേരെ പോയാൽ ബസ് സ്റ്റാൻഡിലെത്തും. എന്താ മോളെ, എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.